Glory be to the Father, and to the Son, and to the Holy Spirit, one true God, forever and ever. ആമീൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മർത്ത മറിയം വനിതാ സമാജ അംഗങ്ങളെ, സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയോസിസ് വിവിധ ദേവാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന മർത്തമറിയം വനിതാ സമാജ അംഗങ്ങൾ, അതിന്റെ പ്രവർത്തകർ ആയ നിങ്ങൾക്കേവർക്കും കർത്താവിന്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. ആദ്യമായി മർത്തമറിയം വനിതാ സമാജ ദിനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നന്മകളും നേരുന്നു. ഓഗസ്റ്റ് മാസം 15-ാം തീയതി കൊണ്ടാടുന്ന മർത്തമറിയം വനിതാ സമാജം അതിന്റെ ദിനത്തിന് ഭാവുകങ്ങൾ നേരുന്നതോടൊപ്പം അതിലേക്ക് നമ്മെ നയിച്ച 15 ദിവസത്തെ നോയമ്പും അതിൽ കൂടി നാം ആർജിച്ച ദൈവിക ശക്തിയും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ ഒരുക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഈ 15 ദിവസം നാം നടത്തിയ പ്രാർത്ഥനകളെ, തിരുവചന ധ്യാനം, അതുപോലെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന, ഇവയൊക്കെയും നമ്മുടെ ജീവിതത്തെ ദിനംതോറും രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണം. വനിതാ സമാജ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന കവർ കളക്ഷൻ, പ്രത്യേകിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് നാം ഉപയോഗിക്കുമ്പോൾ അതിനുവേണ്ട കൈത്താങ്ങലുകൾ നാം നൽകി അതിനെ വിജയിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. വനിതാ സമാജ ദിനത്തിന്റെ എല്ലാവിധ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിലെ പ്രവർത്തകരെ, അതിലെ അംഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. In the name of the Father, and of the Son, and of the Holy Spirit, one true God, forever and ever. Greetings to all of you in the name of our Lord Jesus Christ on this blessed MMVS Day, especially to our sisters. When I think about our organization, named after the greatest saint of the Holy Church, I'm reminded of 2 phrases that the Holy Mother says in the Gospels. First, when the angel Gabriel tells her that she will give birth to our Lord, she says to the angel, "Behold the handmaiden of the Lord, let it be done to me according to your will." Secondly, when at the wedding of Cana, she tells the servants, "Do whatever he tells you." In these encounters, we can see that the Holy Virgin Mary teaches us 2 things. First, to align our will with the will of God. Even when things may seem unclear, even when our path may seem unknown, as long as we align our will with the will of God, He will not forsake us, just as He never forsakes His Holy Mother. Secondly, we should do whatever Christ tells us. The Holy Mother is constantly pointing us to her Son, our Lord. Do whatever He tells you. Our entire life is dedicated to do the commandments of God. And so on this MMVS Day, let the words of our Holy Mother echo through eternity. May we align our hearts with the will of God, and may we learn to do whatever He tells us. May the Holy Virgin Mary and her prayers be a fortress for us all. MMVS is a strong ministry in the Malankara Orthodox Syrian Church. It has deep roots in the continuing growth and development of all women, from the young to the elderly. The activities of MMVS ministry has enabled the women all over the country to exhibit their talents and also strengthen their faith in God. As we read in the book of Romans chapter 12, verse 9 to 16, it clearly explains, "This faith is intimately united to good works, which are genuine expressions of true faith. Faith and works cannot be separated." ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ മനസ്സിന് ശാന്തതയും സമാധാനവും ലഭിക്കുവാൻ സങ്കീർത്തനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സദൃശവാക്യങ്ങൾക്കാണ് പ്രാധാന്യം. മനുഷ്യരായ നാം
കാലചക്രത്തിൽ വളരെ പുരോഗമിച്ചു എന്ന് സ്വയം അഹങ്കരിക്കുമ്പോഴും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് സൃഷ്ടികളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നന്നായിട്ട് അറിയാം. അപ്പന് മക്കളോട് കരുണ തോന്നും എന്നതുപോലെ യഹോവ തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിത സായാഹ്നത്തിൽ നമ്മൾ എവിടെ ഇടറി വീണാലും കൈപിടിച്ചുയർത്തുവാൻ ആ അപ്പൻ നൽകുന്ന ഉപദേശങ്ങളാണ് സദർശവാക്യങ്ങൾ. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീ എങ്ങനെ ആവണമെന്നും സ്ത്രീത്വം എങ്ങനെ ആവണമെന്നും വരച്ചു കാട്ടുവാൻ ഒരമ്മ തന്നെ മുമ്പോട്ട് വന്നു. നവരത്നങ്ങളുടെ രാജാവായ മാണിക്യത്തെ ഉപമിച്ച് ആ അമ്മ സ്ത്രീത്വത്തിന് വിലയിടുവാൻ സാധിക്കുകയില്ലെന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. 2025 നമ്മൾ എത്തുമ്പോൾ ഒരു MMVS ദിനം കൂടെ കടന്നു വന്നിരിക്കുകയാണ്. ഈ MMVS ദിനത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഒരു കൊച്ചുവാക്യം. സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായം 10-ാം വാക്യം. സാമർഥ്യമുള്ള ഭാര്യയെ ആർക്കു കിട്ടും, അവളുടെ വില മുത്തുകളിലും ഏറും. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രകാശിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച യേശു തമ്പുരാനെ വഹിച്ച പെട്ടകമാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ കൊണ്ടാടുന്ന ഈ പെരുന്നാളുകളിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ. സമാജം ഡേയുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. Praise be to God. Today on Marthamariam Vanitha Samajam Day, we look to Saint Mary, the Blessed Mother of our Lord, as a perfect example for every woman. Her humility, obedience, and steadfast faith shine through every stage of her life. When the angel spoke, she replied, "Let it be to me according to your word," showing us how to trust God completely. Our Samajam motto, "Pray, act, and illumine," is beautifully reflected in her life. Like Mary, we pray keeping our hearts open to God's voice. Like Mary, we act in obedience, serving God and others with love. Like Mary, we illumine the world by carrying Christ within us and sharing His light. May we, as women of the Church, follow her example, strengthening our faith, serving our community, and shining for Christ. May God bless our fellowship and guide us always. Thank you. Glory be to the Father, Son, and Holy Spirit. Dear sisters in Christ, as we celebrate Marthamariam Samajam Day, let us look at Saint Mary, whose life serves as a model for Christians, emphasizing trust in God and a commitment to follow Jesus' teachings. Saint Mary's actions were driven by a profound love for God, which flowed into the love for her neighbor. In today's world, which often isolates and divides, we need to focus on this quality of love for God, which would flow into loving and serving others around us. As women in Malankara Orthodox Church, we are called to reflect this love of Christ in our relationships, encouraging each other, bearing each other's burden, and growing together in faith. When one of us is struggling, we pray. When one rejoices, we celebrate. Let us continue to lift each other up, not just in words, but in action, through kindness, service, and unwavering faith. Together, we are stronger. Together, we are the living witness of Christ's love. Thank you. May the life of Saint Mary inspire us to grow in faith, serve with humility, and live a life pleasing to God. May her intercession be our stronghold. എല്ലാവർക്കും അനുഗ്രഹീതമായ MMVS ദിനാശംസകൾ. വിശ്വാസത്തിൽ വളരുവാനും വിനയത്തോടെ സേവിക്കുവാനും ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാനും ദൈവമാതാവായ മർത്തമറിയാമിൻ്റെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. അവളുടെ മധ്യസ്ഥത എല്ലായ്പ്പോഴും നമുക്ക് കോട്ടയായിരിക്കട്ടെ. താങ്ക് യു. പരിശുദ്ധമായ 15 ദിവസത്തെ നൊയമ്പിന് ശേഷം ശൂനോയോ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്ന നമ്മളെ എല്ലാവരെയും അമ്മയുടെ മാധ്യസ്ഥത തമ്പുരാന്റെ കയ്യിൽ സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ അമ്മയുടെ ജീവിതത്തിലെ
വിനയവും താഴ്മയും പ്രത്യാശയും സമർപ്പണബോധവും നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മൾക്ക് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഖാനാവിലെ കല്യാണത്തിന് ആ വീടിന്റെ കുറവുകളെ നീക്കിക്കളയുവാൻ തമ്പുരാനോട് അപേക്ഷിച്ച അമ്മ ഇന്നും എന്നും നമ്മളുടെ കുറവുകൾക്ക് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അമ്മേ മാതാവേ, അടിയങ്ങളോട് കരുണ തോന്നണമേ, അടിയങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുകയും ദൈവം തമ്പുരാനെ നിന്റെ അമ്മയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് തമ്പുരാനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എ ബ്ലെസ്ഡ് ശൂനോയോ പെരുന്നാൾ. Love in Christ. Take care. Lena from California, Regional Secretary of West Region.